അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അല്ലാഹുമ്മ അൻഫഅനി ബിമാ അല്ലംതനി വഅല്ലിംനി മാ യൻഫഅനി വസിദ്നി ഇൽമാ. സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും മാർഗദർശനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്ത അള്ളാഹുവിനുള്ള സുരക്ഷയും സമാധാനവും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സദാ വർഷിപ്പുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ഉദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. നിങ്ങളെ എന്നെ ഓർക്കുക, എങ്കിൽ ഞാൻ നിങ്ങളെ ഓർക്കും. നിങ്ങൾ എന്നോട് നന്ദി കാണിക്കുക, എന്നോട് നന്ദികേട് കാണിക്കരുതേ എന്ന്. സൃഷ്ടാവായ സംരക്ഷകനായ നമ്മെ എല്ലാ കാലത്തും ഏത് സമയത്തും പരിപാലിച്ചു പോകുന്ന അള്ളാഹുവിനെ നമ്മൾ ഓർത്താൽ അള്ളാഹു നമ്മൾ ഓർക്കും. അള്ളാഹുവിനോട് നന്ദി കാണിച്ചാൽ അള്ളാഹു നമ്മളോട് നന്ദി കാണിക്കും. ഫമൻ ശക്കറ ഫ ഇന്നമാ യഷ്കുറു ലി നഫ്സി. ആർ അള്ളാഹുവോട് നന്ദി കാണിച്ചുവോ, യഥാർത്ഥത്തിൽ അവൻ സ്വന്തത്തോട് തന്നെയാണ് നന്ദി കാണിക്കുന്നത്. കാരണം അള്ളാഹു അവന് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുന്നതാണ്. ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി കാണിച്ചാൽ എന്താണ് സയൻറ്റിഫിക്കലി ആൻഡ് സൈക്കോളജിക്കലി നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് സംഭവിക്കുന്നത്? താങ്ക്ഫുള്ളായിട്ടുള്ള നന്ദിയുള്ള ഒരാൾക്ക് അവൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം വർദ്ധിക്കുമെന്നാണ്. കാരണം സന്തോഷവാനായിരിക്കും, നന്ദിയുള്ളവനായിരിക്കും. രണ്ടാമത്, മാനസിക സംഘർഷങ്ങളൊന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ നല്ല ഉറക്കം കിട്ടും. നല്ലവണ്ണം ഉറങ്ങാൻ കഴിഞ്ഞാൽ ലോവർ ബ്ലഡ് പ്രഷറായിരിക്കും. അതുമൂലം ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവുകയില്ല. എന്നാൽ സൈക്കോളജിക്കൽ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായ സ്ട്രെസ്സ്, ആങ്സൈറ്റി, അതുമൂലം ഉണ്ടാകുന്ന ഡിപ്രഷൻ, ഇതൊക്കെ ഇല്ലാതാവും. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട് മറ്റൊരു സ്ഥലത്ത്, ല ഇൻ ശക്കർത്തും ല അസീദന്നക്കും. നിങ്ങൾ എന്നോട് നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വർദ്ധിപ്പിച്ചു തരും, ഇൻക്രീസ് ചെയ്യും. നമ്മൾക്ക് ഹാപ്പിനെസ് ആണോ വേണ്ടത്, അത് അള്ളാഹു നൽകും. നമ്മൾക്ക് സമ്പത്താണോ വേണ്ടത്, അത് നൽകും. നല്ല കുടുംബ പശ്ചാത്തലമാണോ വേണ്ടത്, അത് നൽകും. അത് സ്വീകരിക്കാനുള്ള ഡിസർവ് ആയിരിക്കണം നമ്മളതിന് അർഹരായിരിക്കണം. ആ അർഹത നേടിയെടുക്കണമെങ്കിൽ അള്ളാഹുമായിട്ടുള്ള സാമീപ്യം കൃത്യമായിരിക്കണം. നമ്പർ 1, സിൻസിയറിറ്റി. ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദിയെക്കുറിച്ച് ജോർദാനിലെ പ്രസിദ്ധ അറബി എഴുത്തുകാരി ഡോക്ടർ ആൻദി ഹിജാസി എഴുതിയൊരു കഥയുണ്ട്. പ്രായം ചെന്ന വീട്ടമ്മ ഒരു സ്ത്രീയെ ജോലിക്കാരിയായി നിയമിച്ചു. ഭക്ഷണം പാകം ചെയ്യുന്നതിന് തീ കത്തിക്കാൻ അടുപ്പിൽ ആവശ്യത്തിലധികം വിറകുപുള്ളികൾ ഉപയോഗിക്കുന്നു. ഇതു കണ്ട വീട്ടമ്മ അവളെ ഒന്ന് ശാസിച്ചു. അവൾ ഇങ്ങനെ പിറുപിറുത്തു, ഈ വീട്ടമ്മക്ക് എന്തൊരു പിശുക്ക്. കുറച്ച് കഴിഞ്ഞപ്പോൾ കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടു. വാതിൽ തുറന്നപ്പോൾ ഒരു യാചകനാണ്. അവനോട് പറഞ്ഞു, വേഗം തിരിച്ചു പോയിക്കൊള്ളൂ, ഇവിടെ നിന്നും ഒന്നും കിട്ടുകയില്ല. വീട്ടമ്മ ചോദിച്ചു, ആരായിരുന്നു വന്നത്? ആ വേലക്കാരി പറഞ്ഞു, അതൊരു യാചകനായിരുന്നു, ഞാൻ അവനെ തിരിച്ചയച്ചു. പാടില്ല, തിരിച്ചു വിളിക്കൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ ആവശ്യമുള്ളതൊക്കെ നൽകി. ഇത് കണ്ടുനിന്ന വേലക്കാരി അത്ഭുതത്തോട് ചോദിച്ചു, അല്പം വിറകുകൊള്ളി ഉപയോഗിച്ചതിന് എന്നെ ഒരുപാട് നിങ്ങൾ ശകാരിച്ചു. പരിചയമില്ലാത്ത, ആരെന്നറിയാത്ത ഒരു തെണ്ടിക്ക് ഒരുപാട് സഹായം നിങ്ങൾ നൽകി. വീട്ടമ്മ വേലക്കാരിയോട് പറഞ്ഞു, മോളെ, ഈ വിറക് ചുള്ളികളുടെ വില നോക്കിയല്ല ഞാൻ നിന്നെ വിലക്കിയത്. അവയും അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്. പടച്ചതമ്പുരാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെ നന്ദി കാണിച്ചതാണ് ഞാൻ ആ യാചകന് നൽകിയത്. നന്ദി കേട് കാണിച്ചാൽ അള്ളാഹു അതൊക്കെ എടുത്തു കളയും. അള്ളാഹു പറയുകയാണ്, വ ഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തെ നിങ്ങൾക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. തലവേദനയോ പനിയോ വന്നാൽ നമ്മളൊക്കെ മരുന്ന് കഴിക്കുന്നു. അസുഖം ഭേദമായാൽ നമ്മൾ യഥാർത്ഥത്തിൽ നന്ദി പറയാറ് പെനഡോളിനോ അല്ലെങ്കിൽ മാക്സിജസിക്കിനോ അല്ലേ? അള്ളാഹു പറയുകയാണ്, വൈദ മരിത്തു വഹുവ യഷ്ഫി. നിങ്ങൾ രോഗിയായാൽ അത് മാറ്റിത്തരുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹുവോട് നന്ദി കാണിക്കുവാനും നൽകിയ അനുഗ്രഹത്തെക്കുറിച്ച് ഓർക്കുവാനുള്ള മനസ്സ് അള്ളാഹുവെ നീ ഞങ്ങൾക്ക് നൽകി. നിൻ്റെ മാർഗത്തിൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണമേ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.